ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ട ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാടിനെ തകർക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് ഒടുവിൽ വിചാരിക്കാത്ത 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. സ്നേഹം നടിച്ച് കൂടെ നിന്ന് ചതിക്കാൻ നോക്കിയ അവന്തികയുടെ ഓരോ തന്ത്രവും പാളുകയാണ്. ആദർശ് ഒരുക്കിയ ബുദ്ധിപരമായ നീക്കങ്ങളിൽ ശത്രുക്കൾ ഒന്നൊന്നായി വീഴുന്നതും അനന്തപുരി തറവാടിന്റെ പ്രതാപം തിരിച്ചു പിടിക്കുന്നതുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കിടിലൻ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അനന്തപുരി തറവാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാകാനാണ് അവന്തിക തിരിച്ചെത്തിയത്. സ്വന്തം അമ്മയെയും അനിയനെയും വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവൾ തറവാട്ടുകാരുടെ വിശ്വസ്തയായി മാറി. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ എല്ലാവരെയും തകർക്കാനുള്ള ഒരു പക അവൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തന്റെ അച്ഛനെ നാട് കടത്തിയവരുടെ കൂടെ നിൽക്കുന്ന മകളെ കണ്ട് ജലജയ്ക്ക് ദേഷ്യമടക്കാനായില്ല. നീ എന്റെ മകളല്ല, എനിക്ക് അഭി മാത്രമാണുള്ളത് എന്ന് പറഞ്ഞ് ജലജ അവളെ ആട്ടി ഓടിക്കുമ്പോഴും അവന്തിക കുലുങ്ങിയില്ല. തന്റെ അച്ഛനുമായി അവൾ രഹസ്യമായി കാണുന്നുണ്ടെന്ന സത്യം ആരും അറിഞ്ഞതേയില്ല. അപ്പോഴും അമ്മയോടുള്ള ദേഷ്യമല്ല, മറിച്ച് തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരമാണ് അവന്തികയെ മൗനിയാക്കിയത്. അവൾ മനസ്സിൽ ഇങ്ങനെ കുറിച്ചു: അമ്മേ, ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണ്. നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്താൽ നമ്മൾ തോറ്റുപോയ ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹം നടിച്ചുകൊണ്ട് ഞാൻ ഈ അനന്തപുരിയുടെ അടിവേരറക്കും. എല്ലാം പിടിച്ചടക്കി ജയിച്ചു നിൽക്കുന്ന അന്ന് മാത്രമേ ഞാൻ ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവരും അറിയും. അതുവരെ ഞാൻ ഇവരുടെ പുന്നാര മോള് തന്നെ ആവട്ടെ. ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ അവന്തിക അങ്ങനെ മനസ്സിൽ പറഞ്ഞു. അവന്തികയുടെ അപ്രതീക്ഷിത മാറ്റം ജലജയെയും അഭിയെയും ഒക്കെ അമ്പരപ്പിച്ചു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ടാണ് അവന്തികയുടെ വരവ്. എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളാകുന്നു എന്ന് ജലജ പരിഭവിച്ചപ്പോൾ അവളെ വശത്താക്കാൻ പുതിയ തന്ത്രങ്ങൾ വേണമെന്ന് അഭി ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ചോര ആയതുകൊണ്ട് തന്നെ വൈകാതെ അവൾ തങ്ങളുടെ പക്ഷത്ത് നിൽക്കുമെന്ന് ജലജയ്ക്ക് പ്രതീക്ഷയുണ്ട്. ഏതായാലും മറുഭാഗത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പുതിയ പ്രതീക്ഷയിലായിരുന്നു. ജലജയുടെ കുടിലബുദ്ധിയും അഭിയുടെ അഹങ്കാരവും മേശാത്ത അവന്തിക തറവാടിന്റെ ഐശ്വര്യമാണെന്ന് അവർ രണ്ടുപേരും കരുതി. വിദേശത്തെ പഠനം അവളെ മാന്യാക്കിയെന്നും ജലജയിൽ നിന്നും അഭിയിൽ നിന്നുമൊക്കെ അവൾ വേറിട്ട് നിൽക്കുന്നുവെന്നും അവർ ആശ്വസിച്ചു. പിന്നീട് കമ്പനിയുടെ തലപ്പത്തേക്ക് അവന്തിക വരണമെന്ന മുത്തശ്ശന്റെ നിർദ്ദേശത്തിന് മുന്നിൽ അവന്തിക വിനയം നടിച്ചു. ആദർശേട്ടനുള്ളപ്പോൾ എനിക്ക് എന്തിനാണ് ധൃതി എന്ന അവളുടെ ചോദ്യം മുത്തശ്ശന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അഭി പരാജയപ്പെട്ടിടത്ത് അവന്തിക ആദർശിനെ തുല്യമായി കമ്പനിയെ നയിക്കുമെന്ന് മുത്തശ്ശൻ സ്വപ്നം കണ്ടു. പക്ഷേ എല്ലാവരെയും ഒരുപോലെ വിശ്വസിപ്പിച്ച് അനന്തപുരിയുടെ അടിവേരെറുക്കാൻ അവൾ തയ്യാറാക്കിയ തിരക്കഥ ആരും അറിഞ്ഞില്ല. സ്നേഹം വെറും ആയുധം മാത്രമായിരുന്നു അവന്തികയ്ക്ക്. അവന്തികയുടെ മാന്യമായ പെരുമാറ്റം മുത്തശ്ശിയെ സന്തോഷിപ്പിച്ചെങ്കിലും അതിന് പിന്നിലെ അപകടം ആരും തിരിച്ചറിഞ്ഞില്ല. മറുവശത്ത് നവ്യയെ കരിവാക്കി അവന്തികയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ അഭി നീക്കങ്ങൾ തുടങ്ങി. അവളെ ഉപയോഗിച്ച് നമുക്ക് ഈ കുടുംബം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് അഭിയുടെ വാക്കുകൾ നവ്യ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്തു. തറവാട്ടിലെ കണ്ണുവെട്ടിച്ച് അവന്തിക തന്റെ അച്ഛനെ വിളിച്ചു. അച്ഛാ, നമ്മുടെ പ്ലാൻ എല്ലാം വിജയിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു. തന്നെയും കുടുംബത്തെയും വഴിയാധാരമാക്കിയവരോട് പ്രതികാരം ചെയ്യാൻ താൻ തയ്യാറാണെന്ന് തന്നെ അവൾ അച്ഛന് ഉറപ്പു നൽകി. എന്നാൽ സംസാരത്തിനിടയിലാണ് പെട്ടെന്ന് അവിടെ എത്തിയ ആദർശ് അവന്തികയുടെ സംഭാഷണത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തന്റെ കൂട്ടുകാരിയെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് അവന്തിക ആ സമയം തന്ത്രപൂർവ്വം ആദർശിനെ വിശ്വസിപ്പിച്ചു. തുടർന്ന് സങ്കടം നടിച്ച് അച്ഛന്റെ പുറത്താക്കലിനെ കുറിച്ചെല്ലാം അവന്തിക ചോദിച്ചപ്പോൾ ആദർശ് അവന്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്: മോളെ, നിന്റെ അച്ഛൻ കമ്പനിയിൽ നടത്തിയ വലിയ സാമ്പത്തിക തിരിമറികളാണ് എല്ലാത്തിനും കാരണം. ജ്വല്ലറി ബിസിനസ് തകർച്ചയുടെ വക്കിലെത്തിച്ച ആ തെറ്റുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നത്. നിർഭാഗ്യവശാൽ നിന്റെ ഏട്ടൻ അഭിയും ഇന്ന് അതേ പാതയിൽ തന്നെയാണ്. ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന ആദർശേട്ട എന്നിങ്ങനെ അവന്തിക വളരെ പാവമായി പറയുന്നുണ്ടെങ്കിലും ആ വിനയത്തിന് പിന്നിൽ ആദർശിന്റെ തകർച്ചയ്ക്കായുള്ള കെണിയാണ് അവൾ ഒരുക്കുന്നതെന്ന് അവിടെ ആരും തിരിച്ചറിഞ്ഞില്ല. അവന്തികയുടെ വാക്കുകളിൽ വീണുപോയ ആദർശാകട്ടെ തറവാടിനെ നേർവഴിക്ക് നടത്താൻ അവന്തികയ്ക്ക് കഴിയുമെന്ന് വിശ്വസിച്ചു. ഇനി കളി മാറുന്നത് ഏട്ടൻ കണ്ടോ എന്ന് അവന്തികയുടെ ഇരട്ടയർത്ഥമുള്ള മറുപടി ഒരു വാഗ്ദാനമായെല്ലാം ആദർശ് കരുതിയെങ്കിലും അത് അനന്തപുരിയുടെ നാശത്തിനുള്ള മുന്നറിയിപ്പായിരുന്നു. മറുഭാഗത്ത് മുത്തശ്ശൻ വലിയ ആശങ്കയിലായിരുന്നു. കുടുംബത്തിന്റെ അഭിമാനമായ മൂർത്തീസ് ജ്വല്ലറി കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. തങ്ങൾ പുറത്തിറക്കാൻ വെച്ചിരിക്കുന്ന പുതിയ ഡിസൈനുകളെല്ലാം ചോരുന്നു. വിപണിയിൽ തങ്ങളെ വെട്ടിച്ച് AN ജ്വല്ലറി ഒന്നാമതെത്തുന്നു. സ്റ്റാഫുകളെ ആരെയും സംശയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ബിസിനസ് തന്ത്രമാണോ അതോ വ്യക്തിവൈരാഗ്യമാണോ അതിന് പിന്നിലെന്ന് ആദർശം മുത്തശ്ശനും തർക്കിച്ചു. നഷ്ടപ്പെട്ട പ്രതാപം താൻ തിരിച്ചുപിടിക്കുമെന്ന് മുത്തശ്ശന് ആദർശ് ഉറപ്പ് നൽകുമ്പോൾ മറഞ്ഞു എന്ന് ഇതെല്ലാം കേട്ട അവന്തിക ഒഴുകി ചിരിച്ചു. അധികം വൈകാതെ ഈ സാമ്രാജ്യം തന്റെ അച്ഛന്റെ കൈകളിൽ എത്തുമെന്ന് അവൾക്ക് അത്രമേൽ ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൂട്ടുകാരിയെ കാണാനാണെന്ന വ്യാജേന അവന്തിക പുറത്തുപോയി. അതേസമയം
തന്റെ സുഹൃത്തിനെ കാണാൻ മുത്തശ്ശനും നഗരത്തിലെ ഒരു പ്രമുഖ റെസിഡൻസിയിൽ എത്തിച്ചേർന്നു. അവിടെ കണ്ട കാഴ്ച മുത്തശ്ശനെ ശരിക്കും തളർത്തി കളഞ്ഞു. ആരുമറിയാതെ രഹസ്യ ഇടപാടുകൾക്കായി അവിടെ എത്തിയ അവന്തിക മുത്തശ്ശന്റെ കണ്ണുകളിൽ പെട്ടു. തങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ച സ്നേഹനിധിയായ കൊച്ചുമോളുടെ മറ്റൊരു മുഖമാണോ ഇതെന്ന ഞെട്ടലിൽ മുത്തശ്ശൻ ആകെ സ്തംഭിച്ചു നിന്നുപോയി. അവിടെ സുഹൃത്തിനെ തേടിയെത്തി മൂർത്തി മുത്തശ്ശൻ കണ്ടത് തന്നെ തകർക്കാൻ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. തന്റെ സ്വന്തം പേരമകൾ അവന്തിക വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കപ്പെട്ട തന്റെ മകന്റെയും തങ്ങളുടെ മുഖ്യ ശത്രുവായ VN ജ്വല്ലറി MD ഡേവിഡിന്റെയും കൂടെ നിൽക്കുന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം മകനെ കണ്ടതിനേക്കാൾ അവൾ ശത്രുക്കളുമായി കൈകോർത്ത് തന്നെ ചതിക്കുകയായിരുന്നെന്ന് തിരിച്ചറിവ് മൂർത്തി മുത്തച്ഛനെ വല്ലാതെ തളർത്തി കളഞ്ഞു. തുടർന്ന് വിവരങ്ങളെല്ലാം അന്വേഷിച്ച് മുത്തച്ഛന് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ലഭിച്ചത്. അവന്തികയും അച്ഛനും ഡേവിഡും ചേർന്ന് ദിവസങ്ങളായി അവിടെ ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം മുത്തച്ഛന് മനസ്സിലായി. ഇതിന്റെ ആഘാതം താങ്ങാനാവാതെ മുത്തച്ഛന് സൈലന്റ് അറ്റാക്ക് വരെ ഉണ്ടാകുന്നു. ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയ മുത്തച്ഛൻ പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം വെളിപ്പെടുത്തുകയാണ്. ആദർശ്, നമ്മളെ ചതിക്കുന്നത് പുറത്തുള്ളവരല്ലടാ, അത് ആ അവന്തിക തന്നെയാണ്. അവളുടെ അച്ഛനാം നാഗേന്ദ്രൻ ഡേവിഡുമായി ചേർന്ന് അനന്തപുരിയുടെ അടിവേരിറക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കമ്പനിയുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതും ഈ തകർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതും അവരാണ്. ഇതങ്ങോട്ട് കേൾക്കുന്നതും ആദർശും അനിയും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും സ്തംഭിച്ചു പോയി. ജലജയും അഭിയും ഈ ചതിയിൽ പങ്കാളികളാണോ എന്നും അവർ സംശയിച്ചു. ഓരോ ദിവസവും ജ്വല്ലറിയുടെ ലാഭവും തറവാടിന്റെ സ്വത്തുക്കളും ഓരോന്നായി അവരുടെ കൈകളിൽ നിന്നും വഴുതി പോയിക്കൊണ്ടിരുന്നു. AN ജ്വല്ലറിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ തങ്ങൾ അത്രയേറെ വിശ്വസിച്ച അവന്തിക തന്നെയാണെന്നുള്ള സത്യം എല്ലാവരെയും തകർത്തു കളഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ജ്വല്ലറിയുടെ ലാഭവും തറവാടിന്റെ സ്വത്തുക്കളും അങ്ങനെ ഓരോന്നായി അവരുടെ കൈകളിൽ നിന്നും വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചവർ തന്നെ ചതിച്ചപ്പോൾ തിരിച്ചടിക്കാൻ പോലും ആകാതെ അനന്തപുരി സാമ്രാജ്യം പതനത്തിന്റെ വക്കിലെത്തി. അങ്ങനെ അവന്തികയുടെ ഈ കളികളെല്ലാം ആദർശ് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അറിയാതെ തന്നെ അവളെ വീഴ്ത്താനുള്ള കെണികൾ നമ്മുടെ ആദർശ് ഒരുക്കുകയാണ്. ഒന്നും അറിയാതെ പാവമായി അഭിനയിച്ച് കമ്പനിയുടെ ചില വ്യാജ പ്ലാനുകൾ അവൻ അവൾക്ക് മുന്നിലിട്ടു. ആദർശ് തന്റെ വലയിൽ വീണെന്ന് വിശ്വസിച്ച അവന്തികയാകട്ടെ സമയം കളയാതെ ആ വിവരങ്ങളെല്ലാം തന്റെ അച്ഛന് കൈമാറി. പിന്നീട് ആദർശ് നൽകിയ തെറ്റായ വിവരങ്ങൾ വെച്ച് AN ജ്വല്ലറി തങ്ങളുടെ പുതിയ കളക്ഷൻ വിപണിയിൽ ഇറക്കി. എന്നാൽ പത്രസമ്മേളനത്തിൽ ആദർശ് അവതരിപ്പിച്ചത് തികച്ചും വ്യത്യസ്തമായ പ്ലാനുകളായിരുന്നു. താൻ നൽകിയ വിവരങ്ങൾ പാടിയത് കണ്ട് പകച്ചുപോയ അവന്തികയോട് ആദർശ് പറഞ്ഞു, ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ അത് ബിസിനസ് അല്ലല്ലോ മോളെ എന്ന്. ഓരോ ചുവടിലും അവന്തികയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ പ്രതാപം അങ്ങനെ ആദർശ് വീണ്ടെടുക്കുകയാണ്. ഒടുവിൽ അനന്തപുരി തറവാട്ടിലെ മുഴുവൻ അംഗങ്ങളെയും സാക്ഷി നിർത്തി അവന്തികയുടെ ചതിയുടെ തെളിവുകൾ ആദർശ് പുറത്തുവിട്ടു. വിദേശത്തു നിന്നുള്ള മടങ്ങിവരവ് വെറും നാടകമായിരുന്നുവെന്നും അവൾ നമ്മുടെ ശത്രുക്കളായ AN ജ്വല്ലറിയുടെ ചാരപ്പടിക്ക് വന്നതാണെന്നും അതിന്റെ ഉടമസ്ഥൻ പുറത്താക്കപ്പെട്ട അവളുടെ അച്ഛനാണെന്നുമുള്ള സത്യങ്ങളെല്ലാം തറവാടിനെ ഒന്നടങ്കം നടുക്കി. അങ്ങനെ അനന്തപുരിയെ തകർക്കാൻ മോഹിച്ചെത്തിയ അവന്തികയ്ക്ക് ആ കുടുംബത്തിന് മുന്നിൽ സർവ്വതും നഷ്ടപ്പെട്ട് തോറ്റു മടങ്ങാനായിരുന്നു വിധി. അവന്തികയുടെയും അഭിയുടെയും കള്ളത്തരങ്ങളെല്ലാം കയ്യോടെ പിടിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞെന്ന് വേണം പറയാൻ. ആദർശ് വെറുതെ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു. ആദർശ് കൃത്യമായി കരുതി വെച്ച പ്ലാനിൽ അവന്തികയും സംഘവും അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി. അവർക്ക് അർഹിച്ച ശിക്ഷ തന്നെ കിട്ടി. കമ്പനിയിൽ തട്ടിപ്പ് നടത്തിയതിന് അഭിയെ പോലീസ് വീട്ടിൽ നിന്ന് വിലങ്ങ് വെച്ചുകൊണ്ടുപോയി. ജലജ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ആദർശവും മുത്തശ്ശനവും മനസ്സലിങ്ങില്ല. മകനെ ഓർത്തും സ്വന്തം സ്വാർത്ഥത ഓർത്തും കുടുംബത്തെ വഞ്ചിച്ച ജലജയെ തറവാട്ടിൽ നിന്നും എല്ലാവരും ചേർന്ന് പുറത്താക്കി. താമസിക്കാൻ ഇടമില്ലാതെ ജലജയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. വലിയ ബിസിനസ് സാമ്രാജ്യം സ്വപ്നം കണ്ട അവന്തികയുടെ എല്ലാ തന്ത്രങ്ങളും പാടി. പിന്നീട് സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തായതോടെ അവൾക്കും അച്ഛനും ജയിലിലേക്കും പോകേണ്ടി വന്നു. ആർക്കും വേണ്ടാത്തവളായി അവന്തിക ഒറ്റപ്പെട്ടു. ഒടുവിൽ പണി കൊടുത്തവർക്കെല്ലാം ജയിലഴികൾക്കുള്ളിലായി സ്ഥാനം. അതോടെ അനന്തപുരിയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. പഴയ സന്തോഷം തിരിച്ചു വന്നു. ചതിക്കാൻ നടന്നവർക്ക് കിട്ടിയ 8ന്റെ പണി തന്നെയായിരുന്നു ഇത്.